എന്തുകൊണ്ടാണ് ഒരു മൂന്നാം ലോകമഹായുദ്ധം ഇപ്പോൾ അസാധ്യമാകുന്നത്? പണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ ലോകം കൃത്യമായ രണ്ട് ചേരികളായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും ഫ്രെനിമീസാണ്. നമുക്ക് ഏഷ്യയിലെ കാര്യം നോക്കാം. ഇന്ത്യക്ക് ചൈനയോടും പാകിസ്ഥാനോടും ശത്രുതയുണ്ട്. പക്ഷേ ചൈനയും പാകിസ്ഥാനും കട്ട ഫ്രണ്ട്സാണ്. ഇന്ത്യ റഷ്യയുമായി നല്ല ബന്ധത്തിലാണ്. എന്നാൽ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ റഷ്യയാകട്ടെ ചൈനയുമായും വലിയ അടുപ്പമാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് വന്നാൽ അമേരിക്കയും സൗദിയും ചങ്ങാതിമാരാണ്. സൗദിക്ക് പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഇസ്രയേലിന്റെ ശത്രുവാണ്. ഇസ്രയേലാകട്ടെ അമേരിക്കയുടെ ചങ്കും. ഇറാന്റെ കാര്യം പറയുകയേ വേണ്ട. അവർക്ക് അമേരിക്കയെയും ഇസ്രയേലിനെയും ശത്രുതയാണ്. പക്ഷേ റഷ്യയോടും ചൈനയോടും വലിയ സ്നേഹമാണ്. ഇന്നത്തെ ലോകത്ത് ശത്രുക്കൾ തമ്മിൽ വലിയ ബിസിനസ് നടക്കുന്നു, മിത്രങ്ങൾ തമ്മിൽ തല്ലുന്നു, എതിരാളികൾ പല കാര്യങ്ങളിലും സഹകരിക്കുന്നു. ചുരുക്കത്തിൽ പഴയതുപോലെ ഇത് ടീം എ വേഴ്സസ് ടീം ബി കളിയല്ല. വ്യക്തമായ രണ്ട് ടീമുകളില്ലാത്തിടത്തോളം കാലം ഒരു യഥാർത്ഥ ലോകമഹായുദ്ധം തുടങ്ങുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്.